എൻ്റെ പെസഹ വ്യാഴാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയും എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. 2 ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പിംഗ്സ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചേർത്ത് വെച്ചിട്ട് ഒരു ക്ലബ് ചെയ്തൊരു വീഡിയോ ആണ്. പെസഹ വ്യാഴാഴ്ച രാവിലെയാണ് കേട്ടോ ഞങ്ങളുടെ പള്ളിയിലെ ശുശ്രൂഷകളെല്ലാം. അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയത്. ആദ്യമേ പോയത് തന്നെ ഒരു ലൈം ജ്യൂസ് കുടിച്ചിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിലോട്ട് കയറി. അവിടുന്ന് സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചു. വീട്ടിൽ വന്നു. ഉച്ചയൂണ് തയ്യാറാക്കിയായിരുന്നു. ഉച്ചയൂണ് കഴിച്ചു. ഉച്ചയൂണ് വീഡിയോസൊക്കെ ചെയ്യുന്നത് ചേച്ചി വീഡിയോസിൽ ഉൾപ്പെടുത്തണമെന്നുള്ളത് എന്നോട് എൻ്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് നമുക്ക് നല്ല ചോറ്, നല്ല മഷ്റൂം മെഴുക്ക് പുരട്ടിയും പയർ തോരനും, വൻപയർ തോരനാണ് കേട്ടോ, വൻപയർ തോരനും, അതുപോലെ തന്നെ നല്ല തേങ്ങ മാങ്ങ ചമ്മന്തിയും കട്ട തൈരും കൂടെ നമുക്കൊരു ഇച്ചിരി എരിവിന് വേണ്ടിയിട്ട് നല്ല കാന്താരി ഉണ്ട് കേട്ടോ, നാടൻ കാന്താരിയും, അതുപോലെ പൊടി പൊടിക്കാൻ പപ്പടമായിരുന്നേ. ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ആ ബില്ല് പ്രകാരം എല്ലാം ഒന്ന് നോക്കി വെക്കുവാണ് കേട്ടോ. ഇത് പതിവായിട്ടുള്ള കാര്യമാണ്. എപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നാലും ഇതിങ്ങനെ നോക്കി പെറുക്കിയൊക്കെ അടുക്കി പെറുക്കിയൊക്കെ വെക്കാറുണ്ട്. 1.5 മാസം കൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു ബൾക്ക് പർച്ചേസിംഗ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം സാധനങ്ങൾ ഇതുപോലെ ലൂസായിട്ട് എവിടെയെങ്കിലുമൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെയായിരുന്നു. കാരണം കുറച്ച് ദിവസം നമ്മൾ സോളോ ലൈഫായിരുന്നു. വീട്ടിൽ 2 പേരുള്ളത്, 2 പേരും ഇല്ലായിരുന്നു, ഹസ്ബൻഡും ഇല്ലായിരുന്നു, അമ്മച്ചി ഇല്ലായിരുന്നു. അപ്പോൾ അധികം സാധനങ്ങളൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 2-3 ദിവസങ്ങൾ വിശേഷ ദിവസങ്ങളാണ്. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാനുള്ളതൊക്കെയാണ് കേട്ടോ. അത് പെസഹ വ്യാഴാഴ്ചത്തെ ഒരുക്കങ്ങളൊക്കെയാണ്. പുതിയ മാറ്റ് മേടിച്ച് തറയിൽ വിരിച്ചിട്ടുണ്ട്. അതുപോലെ അപ്പവും പാലും ഒക്കെ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പെസഹ ആചരിക്കാനായിട്ട് പോകുക. വീട്ടിൽ ഞങ്ങളുടെ ശുശ്രൂഷയെല്ലാം ചെയ്യുന്നത് വലിയ ചാച്ചനാണ് കേട്ടോ, അമ്മച്ചിയുടെ ആങ്ങളെയാണ്. അപ്പോൾ ആ ചടങ്ങെല്ലാം ഭക്തിപൂർവ്വം നമ്മൾ ആചരിച്ചു. വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ 2 വീട്ടിലാണ് പെസഹ ആചരിക്കുന്നത്. ഒന്ന് വലിച്ചാച്ചൻ്റെ വീട്ടിലും പിന്നെ എൻ്റെ വീട്ടിലും. അങ്ങനെ പെസഹ വ്യാഴാഴ്ച എല്ലാം നല്ല ഭംഗിയായിട്ട് പോയായിരുന്നു കേട്ടോ. അതിനുശേഷം ദുഃഖ വെള്ളിയാഴ്ചയാണ്. ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് വന്ന് നമ്മൾ അന്നത്തെ ദിവസം ഉണ്ടാക്കിയ ഒരു തോരനാണ് കേട്ടോ. ബീൻസ് ക്യാരറ്റ് കൂട്ടുതോരനാണ്. എനിക്കിങ്ങനെ പച്ചക്കറി അരിയുന്ന കാര്യത്തിലൊക്കെ ഞാൻ വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. നല്ല ഇമ്പ്രസീവായിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ രീതിക്കൊക്കെ അരിഞ്ഞെടുക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. അതുപോലെ ഒരു നാടൻ ടേസ്റ്റ് കിട്ടാനായിട്ട് ഈ അമ്മമ്മമാരൊക്കെ പണ്ട് ചെയ്യുന്ന പൊടിക്കൈയൊക്കെ ഞാനിങ്ങനെ തപ്പിപ്പിടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് ബീൻസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെരിച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നത് കാണാനും കഴിക്കാനും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ കൂട്ടുകാരൻ വെക്കുന്നത് മഞ്ഞൾ പൊടി ചേർക്കാതെയാണ് കേട്ടോ. തേങ്ങാപ്പീരയും ചേർത്തിട്ട് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ നമ്മൾ എണ്ണയിൽ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും അതുപോലെ കാന്താരിയും കൂടെ ചതച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഉപ്പ് ആവശ്യത്തിന് ഇടുക. അങ്ങനെ വെള്ളം ഒഴിക്കാതെ ഒരു ചെറിയ തീയിൽ മൂടി വെച്ചും തുറന്നു വെച്ചൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. നല്ല പച്ച കാന്താരിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിടുന്നതാണ് കേട്ടോ ഈ തോരൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടാനുള്ള കാരണം. നല്ല നുറുക്കുഗോതമ്പ് കഞ്ഞിയും തോരനും അതുപോലെ ഉപ്പിലിട്ട മാങ്ങയൊക്കെ ആയിരുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്കത്തെ ഭക്ഷണം കേട്ടോ. ഉച്ച കഴിഞ്ഞ് 3:30 മണിക്ക് പരിഹാര പ്രദക്ഷിണം ഉണ്ടായിരുന്നു. അതും എല്ലാം കൂടി അങ്ങനെ ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.